ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു സൺഡേ തന്നെ ഇന്നാവട്ടെ കേട്ടോ. ഇന്ന് നല്ല അടിപൊളി ഒരു ഡേ തന്നെ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ മോർണിംഗ് റൊട്ടേഷനൊക്കെയാണ്. ഇന്ന് എനിക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് രാവിലെ തന്നെ എൻ്റെ മോൾ ഒപ്പം എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെയാണ്, ഇന്നിപ്പോൾ രാവിലെ ചായയുടെ പരിപാടിയാണ് ആദ്യം തന്നെ തുടക്കം. ഇന്നത്തെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ചൂടൻ ദോശയും നല്ല അടിപൊളിയായിട്ടുള്ള ഒണിയൻ ചമ്മന്തിയാണ്. ഞാൻ സത്യം പറഞ്ഞ് ഇതുവരെ അത് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി ഷോപ്പിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ആ ചമ്മന്തി കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് ഇത്രയും സിമ്പിളായിട്ടും ഇത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. മോനും ഇക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. കാര്യം തികഞ്ഞില്ല. പിന്നെ ഞാൻ ഉമ്മച്ചിക്കും കൊടുത്തപ്പോൾ ഉമ്മച്ചിയും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ദോശ, ഇഡ്ഡലി, ചോറിന് നല്ലതാട്ടോ. അപ്പോൾ കുറച്ചും കൂടെ എരിവൊന്ന് കൂട്ടി എടുത്താൽ മതി. ഞാനിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ആ ഒരു ലെവൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എരിവേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ സൺഡേ ഇങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കങ്ങളൊക്കെ. പിന്നെ നാളെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. നാളെ ഞങ്ങൾ വെക്കേഷനൊക്കെ ആയല്ലോ, മോനൊക്കെ വെക്കേഷനൊക്കെ ആയി. അപ്പോൾ ഇക്കടെ കസിൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് ജസ്റ്റ് ഞങ്ങളൊരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട്. പോകുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ചൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ നല്ല നല്ല വ്ളോഗും കുറച്ച് നല്ല വീഡിയോയും നിങ്ങളോടൊപ്പം നാളെ പങ്കിടാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ സൺഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇക്ക എഴുന്നേറ്റിട്ടില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ചും കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അതിന് പകരം എൻ്റെ മോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള മാവ് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചുന്ദരിമണി എണീറ്റിരിക്കുന്ന കണ്ടോ, ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞിരിക്കണേ കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടി കുറച്ച് നേരം, എല്ലാവരും കിടന്നുറങ്ങില്ലേ, കുറച്ച് നേരം എൻ്റെ പതിവ് പടിയായിട്ടുള്ള പുതിയ ഒരു ഇരിക്കലാണ്. ഫ്രണ്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം ആകാശവും മരങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കൽ നല്ലൊരു പ്ലസൻറ്റ് മൈൻഡാട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ അത് ഒരു ശീലം പോലെ ആയി വരുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ, കാര്യം ഇന്നിപ്പോൾ മോളും കൂടെ ഉണ്ട്. എന്നാലും അല്ലാത്തപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 1-2 ദിവസം വീഡിയോസ് ഒന്നും ഇട്ടില്ല. കാര്യം വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പണികളും കാര്യങ്ങളും ഒരു സമയക്കുറവ് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഇടയിൽ ഷോപ്പിൽ പോകുമ്പോൾ അങ്ങനെ, അപ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമും മറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചായയോടിയൊക്കെ കഴിഞ്ഞോ? ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് തയ്യാറാക്കാൻ പോകുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ടായിരിക്കും എല്ലാവരും നിൽക്കുന്നത്. ഇന്ന് സൺഡേ ആണല്ലോ. പിന്നെ തുണി വാഷിങ്ങിന് ഇടാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പം മോളെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ച് കരയിപ്പിക്കാണ്ടൊക്കെ ഒന്ന് ഇരുത്തി കളിക്കാൻ 1-2 ഐറ്റംസ് ഉണ്ട്. അവളുടെ ടോയ്സ് എന്ത് കൊടുത്താലും അതൊന്നും വേണ്ട. അവൾക്ക് ഇങ്ങനെയൊക്കെയുള്ള 1-2 ഐറ്റംസൊക്കെയാണ് അവൾക്ക് കളിക്കാൻ ഇഷ്ടം. അപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയ റബ്ബർ ബാൻഡ് എന്തോ കിട്ടിയിട്ട് അത് പതുക്കെ എന്നെ കാണാണ്ട് വായിൽ വെക്കണതാണ് കാണണേ. എന്നിട്ട് ഞാൻ പിന്നെ അതൊരു ടിന്നിനകത്തൊക്കെ ഇട്ട് അതൊക്കെ മാറ്റിപ്പിക്കാൻ നോക്കി. പിടിച്ച് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി കരഞ്ഞാൽ പിന്നെ ഇന്നത്തെ എൻ്റെ ഡേ മൊത്തം പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണം. കുറച്ച് നേരം കളിപ്പിച്ചും കൊഞ്ചിച്ചുമൊക്കെ ഇരിക്കണം. മോന് നല്ല ഉറക്കമാണ്. അവനൊരു ഇച്ചിരി കൂടെ കിടന്നോട്ടെ, തണുപ്പൊക്കെ ഇല്ലേ, സ്കൂളൊന്നും ഇല്ലല്ലോ. പിന്നെ മദ്രസയിൽ 10 മണിയാകുമ്പോൾ പോയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ ആ ടൈമിൽ പോയിരുന്ന തുണിയൊക്കെ വാഷിങ്ങിന് ഇടാമെന്ന് കരുതിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ അതിൻ്റെ പുറകെ കളിയൊക്കെ നിർത്തിയിട്ട് വരുന്നുണ്ട് ആൾ. പിന്നെ വേറെ എന്തൊക്കെയാണ്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ നല്ല സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തുണി നമുക്ക് വാഷിങ്ങിനിടാം. അപ്പോൾ ആ പണി എന്തായാലും അവിടെ നടന്നോളുമല്ലോ. അപ്പോൾ ഞാനിത് എൻ്റെ പുറകെ വരുന്നുണ്ട് ആൾ. കരയുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അവളെ എടുക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് പുറകെ വരുന്നതാണ്. നമുക്ക് കരയാണ്ട് ഇങ്ങനെയൊക്കെ നമ്മളൊപ്പം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്തൊക്കെയുണ്ട്? ഇന്നിപ്പോൾ ഇനി ഒരു 10-11 മണിയാകുമ്പോൾ ഷോപ്പിലൊക്കെ പോകണം. പിന്നെ വേറെ നല്ല വിശേഷങ്ങൾ. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് മോൻ്റെ കാര്യമാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. കാര്യം എന്ന് വെച്ചാൽ രാവിലെ ഫുഡും കഴിച്ചുകൊണ്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ കാണണം എന്നുണ്ടെങ്കിൽ ഉച്ചയാകണം.
കാര്യം എന്ന് വെച്ചാൽ ലഞ്ച് ബ്രേക്കിന് പുള്ളി പറഞ്ഞതാണ് കളിയെല്ലാം കഴിഞ്ഞിട്ട്. അത് എന്തോരം ദൂരെ പോകാൻ പറ്റും. അങ്ങനെ ഇന്നലെ നല്ല 2 പൊട്ടിക്കൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരെ പോയി കളിച്ചിട്ട് എന്നെ ഒരു വിളിച്ച് പറഞ്ഞു അത്രയും ദൂരെ വിടരുത്, കുട്ടികളെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അവൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്നാണ് പോണത്. അപ്പോൾ ഇന്നലെ 2 പൊട്ടിക്കലൊക്കെ കൊടുത്ത് വാപ്പി നല്ല വഴക്കും കൊടുത്ത് ഇന്ന് തൊട്ട് പോകില്ല ഉമ്മി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത് നിന്ന് കളിച്ചോളാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ആൾ ഇരിക്കുന്നത്. ഇനി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി വേണം വിടേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വാപ്പി എഴുന്നേക്കല്ല. ഞാൻ നമ്മുടെ മുത്തുമണീനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി കൊടുത്തു. എന്തായാലും അവൾ ഉണർത്തിക്കോളും. അവൾ എത്ര ഉറക്കമുള്ള ആൾക്കാരാണെങ്കിൽ അവൾ തോണ്ടിയൊക്കെ ആയിട്ട് അവളങ്ങ് എഴുന്നേൽപ്പിച്ചോളൂ. അപ്പോൾ അവിടെ ഇരിക്കില്ല, ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പറയണേ. അപ്പോഴേക്കും വാപ്പി പിന്നെ എഴുന്നേറ്റ് പതുക്കെ ആളെ അങ്ങ് എടുത്തു. ഈ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പോണതിന് മുന്നേ പണികളൊക്കെ ഒന്ന് തീർത്ത് വെക്കണം. എനിക്ക് പോണതിന് മുന്നേ ഇന്നിപ്പോൾ എന്തായാലും വൈകി, കട തുറക്കൽ എന്തായാലും 7 മണി 7:30 എന്തായാലും ആവും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ കിച്ചൺ വർക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ വാപ്പിയും മോളും കൂടെ കുറച്ച് നേരം പുന്നാരിച്ച് അവിടെ കിടന്നോട്ടെ. മോൻ ഇന്നലെ എൻ്റെ കൂടെയാണ് കിടന്നത്. അപ്പോൾ ആളാശാൻ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. അല്ലെങ്കിൽ വാപ്പിയും മോനും ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടിയിലേക്ക് പോകാം. ഞാനിതിപ്പോൾ ഒരു മീഡിയം 2 സവാള ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചുണ്ടാക്കി നോക്കിയാൽ മതിയല്ലോ. 2 സവാള നന്നായിട്ട് കഴുകി ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഒരു ഏകദേശം നെല്ലിക്കയുടെ വലിപ്പം മതി, ചെറിയ നെല്ലിക്കയുടെ ഒരു നമ്മുടെ വാളംപുളിയും കൂടെ ഇട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റി ഒരു 5 മിനിറ്റ് അത്രയും തന്നെ മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ അടിക്കാനെടുക്കുമ്പോൾ 1-2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവാളയും ആ പുളിയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട, സവാള ജസ്റ്റ് ഒന്ന് വാടി വരണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഒറ്റയ്ക്കൊരു വിസിൽ കേൾപ്പിക്കണം. അപ്പോൾ ഒരേ ഒരു വിസിലേ കേൾപ്പിക്കാവൂ, ഒന്നിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഞാൻ ആ ടൈം കൊണ്ട് ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി ഇത് അരച്ചെടുക്കുമ്പോൾ ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് വെളുത്തുള്ളി ഇപ്പോൾ ഞാൻ വലിയ 3 കഷ്ണം ആയതുകൊണ്ടാണ് ഇത് ഈ ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ ചെറുതാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി വരാൻ പാകത്തിനുള്ള എണ്ണ നിങ്ങൾ എടുത്തോണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ കേട്ട് വന്നിട്ടുണ്ട്. ഇനി ആവിയൊക്കെ പോയി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതേ ആവിയൊക്കെ നന്നായിട്ട് പോയി ഞാൻ കുക്കറൊന്ന് ജസ്റ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കി സവോളയും ആ പുളിയൊക്കെ ഈ ഒരു രീതിയിൽ വാടി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കൊരു വിസിൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റുക, അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഒറ്റയ്ക്കൊരു വിസിൽ. വേറെ നമ്മളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. 3 ഐറ്റം സവാള, പുളി, ഒരു തുള്ളി വെളിച്ചെണ്ണ. ഇനി നമുക്ക് തണുത്ത ശേഷം മിക്സിയുടെ ജാർ എടുക്കാം. ഞാൻ ചെറിയ ജാറിലാണ്, കാരണം കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. എന്നിട്ട് ജാറിലേക്ക് നമ്മുടെ ഈ വാടി വിസിൽ കേട്ടിരിക്കുന്ന സവാളയും ആ പുളിയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി കഷ്ണങ്ങളുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളമാണോ എരിവ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ എരിവ് ഒരു മീഡിയം റേഞ്ചിലുള്ള എരിവേ ഞാൻ ഇടുന്നുള്ളൂ. എന്നിട്ട് എരിവിനുള്ള പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട്, വെള്ളമൊന്നും ചേർക്കേണ്ട, കാരണം നന്നായിട്ട് അരഞ്ഞ് വന്നോളും. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നല്ല രീതിയിൽ അടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് കടു വറുക്കുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് കടുവും കൂടെ വറുക്കാനുണ്ട്. അപ്പോൾ ഇത് അടിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇനി കടു വറുത്തും കൂടെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചും കടു വറുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ നല്ലെണ്ണ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ്. പക്ഷേ അവർ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാട്ടോ കടു വറുത്തത്. കാരണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണ എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ നന്നായിട്ട് കടുവൊക്കെ പൊട്ടിച്ച്, കടുവിൻ്റെ തിന്നെടുത്തപ്പോഴാണ് അറിഞ്ഞു കേട്ടോ കടു തീർന്നിരിക്കുക. അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളത് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് കടുവ് ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് കടുവ് ഉള്ള കടുവ് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഞാൻ ഈ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണിയൻ ചമ്മന്തി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കേണ്ടി വരും, കാര്യം നല്ല രീതിയിൽ തിക്കായിട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അടപ്പും ആ ജാറും കൂടെ കഴുകി കുറച്ച്, ഒരുപാട് വെള്ളം ആവരുത്, കാരണം ഇതൊരു തിക്ക് ഒരു എഫക്റ്റാണ് വരേണ്ടത്, എന്നാൽ ഒത്തിരി തിക്കുമല്ല, ആ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ.
അപ്പോൾ അതേ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നമുക്ക് ഇനി നോക്കാം, വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി എരിവിന് വേണമെങ്കിൽ ഇടാം, പാകത്തിനുള്ള ഉപ്പ് ആദ്യം കുറച്ച് ഇട്ടാൽ മതി, നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ ഇടാമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോൾ കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മളിതിലെ മെയിൻ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് കായപ്പൊടിയാണ്. അപ്പോൾ അത് ഒരുപാട് മറ്റും വേണ്ട, നമുക്ക് കുറച്ചൊന്ന് ഒരു അത്യാവശ്യം ഒരു രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒണിയൻ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. എന്ത് എളുപ്പത്തിന് ഉണ്ടാക്കിയെന്നറിയാവോ, നല്ല ടേസ്റ്റ് ആയിട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. അതിനിടയിൽ ഞാൻ നമ്മുടെ അരി ഇടാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ കഴുകി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ചൂടൻ തട്ട് ദോശ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണ്ട, ഇന്നിപ്പോൾ ദോശയാണ് ഇതിന് കോമ്പിനേഷൻ എന്ന് എനിക്ക് തോന്നി കുറച്ചും കൂടെ. അപ്പം ദോശ ഉണ്ടാക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കൂടുതൽ ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ദോശ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ പാനൊക്കെ അടുപ്പത്ത് വെക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ദോശയ്ക്കുള്ള മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയായിരുന്നു. ഞാൻ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന എൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിൻ്റെ വീഡിയോസും മറ്റും വേണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള സൺഡേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഒണിയൻ ചമ്മന്തി മിസ്സാക്കണ്ട, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് കരുതുന്നു. ഇപ്പോൾ സമയം എന്തായാലും 8:15 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ മാത്രം ഉൾപ്പെടുത്തി ഇടുകയാണ്. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള വീഡിയോസ് എനിക്ക് ഇടാൻ സമയവും മറ്റ് സൗകര്യവും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേ ട്രിപ്പോ അല്ലെങ്കിൽ സൺഡേ സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമൊക്കെ ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം നല്ല വിശേഷങ്ങളുമായിട്ട്. ഓക്കെ, ബൈ.